ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏട്ടനിപ്പോൾ ഓടിച്ചാടി വഴിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുന്നത് ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്ന് നമ്മുടെ വാട്ടർ ടാങ്കും പിന്നെ കിണറൊക്കെ ക്ലീൻ ചെയ്യുന്ന ദിവസമാണ്. വേറൊന്നല്ല, അമ്മായിയുടെ വീട്ടിലെ കിണർ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാൻ പറ്റാതെ വന്നപ്പോൾ അവർ ക്ലീൻ ചെയ്യാനായിട്ട് ആളുകളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വന്ന് അവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് നമുക്ക് നമ്മുടെ കിണറും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കേട്ടോ. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 8 വർഷത്തോളമായി ഇതുവരെ നമ്മുടെ കിണർ ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരുപാട് വർഷമായിട്ട് ക്ലീൻ ചെയ്യാത്തതാണ്. അപ്പോൾ ഒരുപാട് അഴുക്കുണ്ടാവും. അപ്പോൾ അതിന് മുമ്പായിട്ട് ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഏട്ടൻ കയറിയത്. അപ്പോൾ ആദ്യം കിണറിലെ വെള്ളം അടിച്ച് വറ്റിക്കുമ്പോൾ മൊത്തം ടാങ്കിൽ നല്ല വെള്ളം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. ടാങ്ക് ക്ലീൻ ചെയ്തിട്ടും ഒരുപാട് നാളായി. അപ്പോൾ ടാങ്ക് ക്ലീൻ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ടീംസ് എത്തിയിട്ടുണ്ട് കേട്ടോ. അവർ വന്നിട്ട് കിണറിലേക്ക് ഇറങ്ങാനുള്ള സംഭവങ്ങളും ചളി വലിച്ച് കയറ്റാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ അതിന് മുമ്പായിട്ട് കുറച്ച് നമുക്ക് യൂസ് ചെയ്യാനുള്ള നല്ല വെള്ളം വേണമായിരുന്നു. അപ്പോൾ ഞാൻ 2 വലിയ ബക്കറ്റൊക്കെ എടുത്ത് അതിൽ ഫുള്ളായിട്ട് നല്ല വെള്ളം കോരി നിറച്ചു കേട്ടോ. അവർ വന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം അവിടുത്തെ ക്ലീനിങ് ഒരു 1/4 മണിക്കൂർ കൊണ്ട് തീർന്നിരുന്നു. അപ്പം നമുക്ക് ഈ ടാങ്ക് ക്ലീൻ ചെയ്യാനും പിന്നെ വെള്ളം അടിച്ച് വറ്റിക്കാനും വെള്ളം കോരി നിറയ്ക്കാനൊക്കെ കുറച്ച് സമയമെടുത്തു. അതുകൊണ്ട് അവർ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പരിചയമുള്ള ആളുകളായിരുന്നു. അവർക്ക് യാതൊരു മുഷിപ്പും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ കോരി നിറച്ചു. ഏട്ടൻ അവിടുന്ന് ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ആദ്യം വെള്ളം ഫുള്ളായിട്ട് അടിച്ച് വറ്റിക്കണം. എന്താവും അവസ്ഥ എന്നറിയില്ല. ക്ലീനിങ് കഴിഞ്ഞ് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ അങ്ങോട്ട് ഇറങ്ങണ പോലെയല്ല തിരിച്ചിറങ്ങുന്നത്, അങ്ങോട്ട് കയറി ടാങ്കിൽ ഇറങ്ങുന്നത് പോലെയല്ല തിരിച്ചിറങ്ങുന്നത് കേട്ടോ. കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ എങ്ങനെയൊക്കെയോ പൊത്തിപ്പിടിച്ച ആൾ താഴെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സാധനങ്ങളെല്ലാം ഞാൻ എങ്ങനെയൊക്കെയോ ക്ലീൻ ചെയ്യാനുള്ളത് മുകളിലേക്ക് എത്തിച്ചു കൊടുത്തു. അവരും ഹെൽപ്പ് ചെയ്തു കേട്ടോ. വന്നവരൊക്കെ ഹെൽപ്പ് ചെയ്തായിരുന്നു. പിന്നെ നമ്മുടെ വെള്ളം അടിച്ചു, പക്ഷേ വറ്റുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. മോട്ടർ അടിച്ചിട്ടും വെള്ളം വറ്റുന്നേ ഉണ്ടായിരുന്നില്ല. അവസാനം ഒരുവിധം വെള്ളമൊക്കെ ആയപ്പോൾ നമ്മുടെ ഈ ഏട്ടൻ കിണറിലിറങ്ങി. കാരണം അതിൻ്റെ ഫുട് വാൾവ് താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് പൊങ്ങിയാൽ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കല്ല് കെട്ടി അതിനെ കിണറിൻ്റെ ഏറ്റവും അടിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ആളിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങുന്നതിനിടയ്ക്ക് എന്തോ ഒരു ലെറ്റർ പോലെ ഒരു സംഭവം കിട്ടി. കാരണം കഴിഞ്ഞ ദിവസം കുട്ടികളൊക്കെ വിരുന്ന് വന്നപ്പോൾ അവരെന്തോ കിണറ്റിലേക്ക് ഇട്ടായിരുന്നു. അപ്പം അത് തിരിച്ച് കയറുമ്പോൾ എന്താണ് അതിലെഴുതിയതെന്നോ ചോദിക്കാനും വിട്ടുപോയി, അവർ പറയാനും വിട്ടുപോയി. അങ്ങനെ ആ സംഭവങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് ഫുട് വാൾവ് നമുക്ക് താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ടൊരു കല്ലിൽ കയറ് കെട്ടിയിട്ട് ഇവിടുന്ന് മുകളിൽ നിന്ന് ഈ ഒരു ചേട്ടൻ ഇട്ട് കൊടുത്തു കയറിലാക്കിയിട്ട്. എന്നിട്ട് അദ്ദേഹം അത് കെട്ടിയിട്ടോ. വീണ്ടും ഇങ്ങോട്ട് താഴെ ഇറങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ കയറി ഇറങ്ങിയപ്പോൾ അതിൻ്റെ അടപ്പടയ്ക്കാൻ മറന്നു പോയിരുന്നു. അപ്പോൾ അത് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമതൊന്നും കൂടെ കയറിയത് കേട്ടോ. അങ്ങനെ നമ്മുടെ കിണറിൻ്റെ ഫുട് വാൾവ് താഴ്ത്തി കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാം. പക്ഷേ വെള്ളം ഉറവ് വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. അവസാനം ഒരുവിധം വെള്ളമായപ്പോൾ അവരുടെ കൊട്ടയും വട്ടിയൊക്കെ എടുത്ത് കോരാൻ തുടങ്ങി കേട്ടോ. കാരണം ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല. കാരണം വെള്ളം ഇത്രയൊക്കെ തന്നെ ആവുള്ളൂ. കാരണം വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ അവരെ ഡ്രമ്മും സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് ചെളിവെള്ളം കോരി. ഇതാണ് ഈ അവസ്ഥയിലായിരുന്നു കേട്ടോ അവർ വെള്ളം കോരിക്കൊണ്ടിരുന്നത്. എപ്പോഴും സൈഡിൽ കൂടെ നോക്കിയാൽ കാണാൻ പറ്റും വെള്ളം അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ അവസാന ഘട്ടത്തിലെത്തി. പിന്നെ ഇതിനിടയ്ക്ക് ഞങ്ങൾ കുറച്ച് മാങ്ങയൊക്കെ കട്ട് ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു. കണ്ടോ, സൈഡിൽ കൂടെയൊക്കെ നിറയെ വെള്ളം വരുന്നുണ്ട്. സ്പീഡ് ബാങ്കിലേക്ക്
ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിക്ക് ഞങ്ങൾ സിപ്പപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക് യു.